നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ ലിവർപൂളാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 ഈ ഒരു മത്സരം നടക്കുക. ലിവർപൂളിൻ്റെ മൈതാനമായ ആൻഫീൽഡിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. സമീപകാലത്ത് ചില തോൽവികൾ റയൽ മാഡ്രിഡിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. FC ബാഴ്സലോണ, ലില്ലി, അതുപോലെ തന്നെ AC മിലാൻ തുടങ്ങിയ ടീമുകളോടൊക്കെ അവർ പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങളാണ് റയലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് ലഭിച്ചിരുന്നത്. അതായത് ഒരുപാട് സൂപ്പർ താരങ്ങൾ ഉണ്ടായിട്ടും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള 11 കണ്ടെത്താൻ കഴിയാത്തതിലും അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷനുകളുടെ കാര്യത്തിലുമൊക്കെയാണ് അദ്ദേഹത്തിന് വിമർശനങ്ങൾ ലഭിച്ചിരുന്നത്. എന്നാൽ ആഞ്ചലോട്ടി ഇതിനോടുള്ള തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. 1300ഓളം ലൈനപ്പുകൾ ഒരുക്കിയ ആളാണ് താനെന്നും തനിക്ക് പുറത്തു നിന്നുള്ള ഒരു ഉപദേശം വേണ്ട എന്നുമാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ലൈനപ്പിൻ്റെ കാര്യത്തിലോ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിലോ എനിക്ക് ആരുടെയും ഉപദേശങ്ങൾ ആവശ്യമില്ല. 1300 മത്സരങ്ങൾ ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട്. 1300 ലൈനപ്പുകൾ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. 4000ഓളം സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആർക്കെങ്കിലും എന്നെ ഉപദേശിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് കാർലോ ആഞ്ചലോട്ടി തൻ്റെ ആ ഒരു വിമർശനങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. നിലവിൽ തകർപ്പൻ ഫോമിലാണ് ലിവർപൂൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രീമിയർ ലീഗിൽ 1-ാം സ്ഥാനത്തുള്ള ലിവർപൂൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച മുഴുവൻ മത്സരങ്ങളിലും വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ റയൽ മാഡ്രിഡിന് ഒരു കടുത്ത വെല്ലുവിളി തന്നെ നേരിടേണ്ടി വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ ഇല്ലാത്തതും റയലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.